എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലിവർ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരു ഹോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് സവാള 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 50% വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊരു ടിപ്പ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ സവാള ഞാൻ ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വഴന്ന് കിട്ടിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ലിവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ ലിവർ ക്ലീൻ ചെയ്തത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലെ വെള്ളം ഇറങ്ങിയതിന് ശേഷം വേവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 4 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം 4 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം അടുപ്പ് തുറന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ചെറുതായിട്ട് മാത്രമേ കുക്കായി കിട്ടിയിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ലൈറ്റ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ചേർക്കുന്നതിന് പകരം ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ സമയത്ത്. ഇല്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഉപ്പ് എരിവൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് മാക്സിമം ഡ്രൈ ആക്കി എടുക്കണം. ഈ മസാലയൊക്കെ ലിവർ പീസസിൽ കോട്ടായി വരുന്ന രീതിയിലേക്ക് എത്തിക്കണം. 5 മിനിറ്റിലധികം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പീസസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ ഇതിലേക്ക് ഓൾറെഡി പുളിയൊന്നും ചേർത്തിട്ടില്ല. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടൊമാറ്റോ പീസസ് ഇതിന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ടൊമാറ്റോ നല്ല രീതിയിൽ കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈ ആക്കുമ്പോൾ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. ആ പാകമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ ലിവർ വരട്ടിയത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.